ഹലോ നമസ്കാരം. പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് ഇതുപോലെ കൊത്തമ്പാരിയും തേങ്ങയും ഒക്കെ വറുത്തരച്ച മീൻ കറി കൊണ്ടുവരുമായിരുന്നു കേട്ടോ. അത് കാണുമ്പോഴെനിക്ക് അയ്യേ എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ പൊതുവേ തേങ്ങ പച്ചക്ക് തന്നെ അരച്ച് അല്ലെങ്കിൽ തേങ്ങാ പാൽ വെച്ചിട്ടൊക്കെയാണ് മീൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ഈ കറി ഉണ്ടാക്കിയപ്പോഴാണ് മനസ്സിലായി ഇതിന് ഇത്രയും രുചിയും മണവും ഉള്ള ഒരു കറിയായിരുന്നു എന്ന് കേട്ടോ. അപ്പോൾ ഇത്രയും ഹൈപ്പ് കൊടുത്ത് ഞാൻ ഉണ്ടാക്കുന്നത് വേറൊന്നുമല്ല, നമ്മുടെ പ്രോൺസ് തീയലാണ് കേട്ടോ. അപ്പോൾ തീയലെന്ന് പറയുന്ന കറി തന്നെ നമ്മുടെ നാട്ടിലില്ല ആക്ച്വലി. നമ്മളതിനെ മസാലക്കറി എന്നൊക്കെ പറയും. പുളിയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന കറികളാണ് അതൊക്കെ. അപ്പോൾ ഇവിടെ ഞാൻ ഉണ്ടാക്കിയത് തീയൽ എൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലിലാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് ആഡ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തു. അതിനകത്ത് കുറച്ച് ഉലുവ പൊട്ടിച്ചതിന് ശേഷം അതിനകത്ത് കുറച്ച് ഇഞ്ചി പച്ചമുളക് ഒന്ന് വഴറ്റി അതിന് ശേഷം ഒരു സവോള, ചെറിയൊരു സവോളയും പിന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടെ ചേർത്ത് വഴറ്റിയതിന് ശേഷം പിന്നെ അതിനകത്തേക്ക് പൊടികളായിട്ടുള്ള ഒരല്പം മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് വഴറ്റിയതിന് ശേഷം ഈ ചെമ്മീൻ ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളത് പോലെ അമ്മ കൊടുത്തു വിട്ടതാണ്. അത് കുറച്ചൊരു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടൊന്ന് വറ്റിച്ചെടുത്തതാണ് കേട്ടോ. അതൊക്കെ ചേർത്ത് നന്നായിട്ട് അവിടെ റെഡിയാകുമ്പോഴേക്കും കുറച്ച് പുളിവെള്ളം ചേർത്തിട്ട് തേങ്ങ അതും പിന്നെ അതുപോലെ തന്നെ മല്ലി അതും കുറച്ചൊന്ന് വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ചേർത്ത് അരച്ച മിക്സ്. പുളിയൊക്കെ നമുക്ക് ആവശ്യത്തിനും നമ്മുടെ കൈക്കണക്കിനനുസരിച്ചിട്ട് ചേർക്കുക, നമ്മളെ ടേസ്റ്റിനനുസരിച്ച്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒരു അലങ്കാരപ്പണികളൊന്നും ഇതിന് ചെയ്യാനില്ല. ഗ്രേവി കൂടുതൽ വേണ്ടവരാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് തിളച്ച വെള്ളം അതിനകത്തേക്കൊന്ന് ആഡ് ചെയ്തിട്ട് കറിവേപ്പില കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റായി നല്ല കിട്ടു ടേസ്റ്റാണെന്നാണ് ഹസ്ബൻഡും മോളും ഒരുപോലെ സർട്ടിഫൈ ചെയ്തത് കേട്ടോ. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾ ട്രൈ ചെയ്തോളൂ. എന്തായാലും ഫിഷ് ലവേഴ്സിന് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ആൻഡ് കോമെൻറ്റ്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഐ വിൽ ബി വെരി ഹാപ്പി. വി വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.